ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മൾ ഹോണ്ടയുടെ ഡിയോ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി എടുത്തു കൊണ്ടുവരുന്നതാണ്. അതിന് ശേഷം നമ്മൾ ജനറൽ സർവീസും കൂടി കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും ബ്രേക്ക് ലൈനർ മാക്സിമം ആയിട്ടുണ്ട്. മാറ്റേണ്ട പീരീഡാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക് ലൈനർ കിടക്കുന്നത് കമ്പനി ലൈനറാണ് ബാക്കിലത്തെ. അപ്പോൾ അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്ററൊക്കെ മാറ്റേണ്ട പീരീഡൊക്കെ ഒരുപാട് കഴിഞ്ഞാണ്. അത് ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്ററൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ 10,000 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ, എയർ ഫിൽറ്ററായാലും പ്ലഗ് ആയാലും. പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തക്ക ഓയിൽ ലീക്കോ കാര്യങ്ങളൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തില്ല. അതേപോലെ തന്നെ ക്ലച്ച് കവറിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. കിക്കർ വീലൊന്ന് ഗ്രീസ് ചെയ്യാം. അതേപോലെ ക്ലച്ചിനകത്ത് നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് തോന്നിയ ബെൽറ്റിൻ്റെ ഭാഗം ഓൾറെഡി ഡാമേജാണ്. ബെൽറ്റ് പൊട്ടിയിരിക്കണം കേട്ടോ, പൊട്ടൽ വീണിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കത് ബെൽറ്റ് മാറ്റിയിടണമാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാ തലയും ഓരോ കട്ടയുടെ ഉള്ളിൽ കൂടെ പൊട്ടു വീണിരിക്കുക. ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു പോകാവുന്നൊരു സിറ്റുവേഷനാണ്. തന്നെയല്ല കമ്പനി ബെൽറ്റ് അല്ല കിടക്കുന്നത്, ബാൻഡോ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്, ഹോണ്ട ബാൻഡോ അല്ല കേട്ടോ. അപ്പോൾ നിലവിൽ നമുക്ക് അതും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റിയിടണമാണ് നല്ലത്. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അതൊക്കെ നോർമൽ രീതിയിലുള്ള തേമാനമുള്ളൂ. ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൻഡെക്സിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്, വർക്കിംഗ് ഓക്കെയാണ്. ബാക്കിലെ ക്ലച്ച് പുള്ളിയുടെ ഭാഗം നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇതിന് വേറെ പ്രോബ്ലം ഒന്നുമില്ല, അത് പുതിയതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിൽ ഈ നെട്ടൊക്കെ വെട്ടി അഴിച്ചേക്കണമെന്ന് നമ്മൾ അതും കൂടി മാറ്റിയിട്ടുണ്ട്. കാരണം അത് വെട്ടി അഴിക്കുമ്പോഴുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ത്രെഡിനൊക്കെ കംപ്ലൈൻ്റ് ഒന്നും നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം ടൈറ്റ് എത്ര ടോർക്കിലോ ടൈറ്റ് ആക്കണമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടില്ല. നോക്കുമ്പോൾ അതിൻ്റെ ത്രെഡും ചെറിയൊരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ആ ത്രെഡൊക്കെ ചെറുതായിട്ട് ചതഞ്ഞ രീതിയിലിരിക്കും. അത് ഓവർ ടൈറ്റ് വരുമ്പോൾ തന്നെ മിസ്റ്റേക്കാണ്. ഈ വീലുമേക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ നട്ട് മാറ്റി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണ്. അതിൻ്റെ പിന്നൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കയറ്റിയാൽ മതി. ക്ലച്ച് ഔട്ടർ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഒന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ട് പിടിച്ച് ഒന്ന് ഗ്രിപ്പാക്കി കയറ്റിയിടാം. പിന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ഹെഡിൻ്റെ ഇവിടെ ഓയിൽ ലീക്കേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഈ കവർ അഴിച്ച് കഴിഞ്ഞാൽ ഗ്യാസ്കറ്റ് നമുക്ക് മാറ്റിയിടാവുന്നു. അപ്പോൾ അത് നമുക്ക് കൈയോടെ തന്നെ ചെയ്തേക്കാം. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റാണ്. അതായത് എഞ്ചിൻ റൂമിൻ്റെ ഈ ഭാഗത്തായിട്ട് വരുന്നതാണ്. അത് ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെയാണ്. അപ്പോൾ അതും കൂടി ഒന്ന് മാറ്റിയിട്ടേക്കാം. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം മെയിനായിട്ട് കാണിച്ചത് വലിയ പഴക്കമില്ലാത്ത പ്ലഗാണ്. പക്ഷെ എന്നാൽ പോലും നമുക്കത് ചെറുതായിട്ടൊരു ഷോട്ടിങ് കാണിച്ചുകൊണ്ടാണ് സ്റ്റാർട്ടായി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ നമുക്ക് പെട്രോൾ വളരെ കുറവാണ്. അപ്പോൾ പെട്രോൾ കൂടി മേടിച്ച് ഒഴിച്ചിട്ട് വേണം നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുണ്ടാകും. പിന്നെ അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളൊക്കെ ഓഫറാണ്. അത്യാവശ്യം നല്ല കാര്യങ്ങളുണ്ട്. ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് ഓപ്പണായിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്യുകയാണെങ്കിൽ ആ ഭാഗത്തൊന്ന് ക്ലിയർ ആയിട്ട് വെക്കും. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് സസ്പെൻഷൻ വന്നാൽ നമുക്ക് ലിങ്ക് ടൈപ്പാണ് ഈ മോഡലിന്. അപ്പോൾ അതിൻ്റെ ബുഷുകളൊക്കെ നോക്കുമ്പോൾ ഇവിടെ ബുഷൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്ലേ കാണിച്ചു കൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് അഴിച്ച് മാറ്റിയിടാം. ഷോക്കിൻ്റെ ബുഷുകൾക്കായാലും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് ആ 2 ബുഷുകളും ഒന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം. ബ്രേക്കിൻ്റെ കേബിളുകൾക്ക് തൽക്കാലം കംപ്ലൈൻ്റ് ഒന്നുമില്ല. പക്ഷേ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്. കമ്പനി ലൈനർ തന്നെ കിടക്കണം, പക്ഷേ ലൈനർ മാക്സിമം ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ബ്രേക്ക് ലൈനർ കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയി പോകും. സെൽഫ് എടുക്കാത്തതിൻ്റെ മെയിൻ ഒരു റീസൺ ഉണ്ട്. 2021 മോഡലാണ് ബാറ്ററി ഇരിക്കുന്നത്. ശരിക്കും ഇത് 4 ആംപിയറിൻ്റെ ബാറ്ററി മതി നമുക്ക് വേണ്ടിക്ക്. പക്ഷേ ഇതും ഇരിക്കുന്നത് 5 ആംപിയറിൻ്റെയാണ്. അതൊരു പ്രോബ്ലം അല്ല കേട്ടോ. പക്ഷേ ബാറ്ററി നമ്മൾ വോൾട്ട് നോക്കുന്ന സമയത്ത് 10.41 റേഞ്ചിലാണ് വോൾട്ട് കിട്ടുന്നത്. ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ലോ ആയിട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ഫസ്റ്റ് ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം. 2021 മോഡലാണ്. ചാർജ് ചെയ്തതിന് ശേഷം നമുക്കൊന്നുകൂടി ടെസ്റ്റ് അടിക്കാം. അപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണെങ്കിൽ ഈ റെഡ് ലൈനാണ് നമുക്ക് തെളിഞ്ഞ് വരാം. ഓക്കെ ആണെങ്കിൽ പച്ച ലൈറ്റും തെളിഞ്ഞ് നമുക്ക് 12.5 വോൾട്ടിന് മുകളിൽ വരും. അപ്പോൾ അതങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. ബാറ്ററിയുടെ കണ്ടീഷൻ നമുക്ക് നോക്കിയിട്ട് പിന്നീട് അറിയിക്കാം. ഫുൾ ചാർജ് ചെയ്തതിന് ശേഷം പിന്നെ പറയാം കേട്ടോ. പിന്നെ കാർബറേറ്റർ യൂണിറ്റ് ഒന്ന് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്യാനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഈ സ്ലോ ജെറ്റൊക്കെ ബ്ലോക്ക് ആയേക്കണം. എൻ്റെ പുറത്ത് തന്നെ സ്ലോ സ്പീഡിൽ നിൽക്കാത്തൊരു കംപ്ലൈൻറ്റും അങ്ങനെ 1-2 പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ചെറിയ ഹോളുകളൊക്കെ അതിൻ്റെ ഉള്ളിൽ സ്പ്രേ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അത് നീറ്റായിട്ട് ക്ലീൻ ആയി വന്നു. അപ്പോൾ ആ രീതിയിൽ നമുക്കത് ക്ലോസ് ചെയ്തിടാം. ആ വർക്ക് ക്ലോസ് ചെയ്തിടാം. പിന്നെ കൂട്ടത്തിൽ നമ്മൾ എൻജിൻ ഓയിലും കൂടി മാറ്റി വിടും കേട്ടോ. അപ്പോൾ നിലവിൽ ഓൾറെഡി സംബന്ധമായിട്ടുള്ള വർക്കുകളാണ്. പിന്നെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ഉണ്ടാകും. അത് കാർബറേറ്ററുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന കംപ്ലൈൻ്റാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. ബ്രേക്ക് ഷൂ മാറ്റാം. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. അപ്പോൾ അത് നോക്കിയിട്ട് കേബിൾ മാറ്റി അതിൻ്റെ ക്രൗണും പിന്നീട് മാറ്റിയാൽ മതി. ഇതിന് നമുക്ക് റെഡിയാക്കാം. സ്പീഡോമീറ്റർ മെക്കാനിസത്തിൻ്റെ കംപ്ലൈൻ്റ് ആണ്. നമുക്കത് ചെയ്ത് നോക്കിയിട്ട് ഓടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. പിന്നെ കാർബറേറ്റർ ഒന്ന് ക്ലീൻ ചെയ്തേട്ടാ. ബാറ്ററി ഒന്ന് ചാർജ് ചെയ്തേട്ടാ. ബാറ്ററിയുടെ കണ്ടീഷനും ചാർജ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ കേട്ടോ.
പിന്നെ എയർ ഫിൽറ്ററും പ്ലഗിൻ്റെ ഞാൻ പറഞ്ഞു. എയർ ഫിൽറ്റർ പ്ലഗ്, സെക്കൻഡറി ഫിൽറ്റർ, ഈ ഒരു ബെൽറ്റ്. പിന്നെ ക്ലച്ചിൽ വരുമ്പോൾ ഈ നെറ്റ് ഒരെണ്ണം വെട്ടി വെച്ചിട്ടുണ്ട്. അത് മാറ്റിയിട്ട് കമ്പനി നെറ്റ് വേറെ ഇട്ടിട്ട് കറക്റ്റ് ടോർക്കിൽ ടൈറ്റ് ചെയ്ത് നിർത്താം. ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ട വർക്ക് കേട്ടോ. പിന്നെ ഒന്ന് വാട്ടർ സർവീസും കൂടി ചെയ്ത് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ആ രീതി തന്നെ ഒന്ന് കഴിയും. അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തും ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇത്രയും ചെയ്തൊരു ഏകദേശം എത്ര വരുന്നൊരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അതിനകത്ത് ബാറ്ററിയുടെ കേസ് നമ്മളത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാറ്ററി ഓൾറെഡി ചാർജ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഇത് പറയാം കേട്ടോ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. പിന്നെ നമുക്ക് ആ വണ്ടി ഉപയോഗിക്കാണ്ടിരുന്ന കാരണം സ്വിച്ചുകൾക്ക് ചെറിയ ലൂസ് കോൺടാക്ട് വന്നിട്ടുണ്ട്. ആ ബ്രേക്കിൻ്റെ സ്വിച്ച് ഐറ്റംസ് അതും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.